പ്രിയ വിദ്യാർത്ഥികളെ, റിട്ടയർമെൻറ്റിൻ്റെ സമയത്തുള്ള അതല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്തുള്ള ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 സിറ്റുവേഷൻസാണ് നമുക്ക് വരാറുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, വെൻ ഗുഡ് വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ്. 2, വെൻ ഗുഡ് വിൽ ഈസ് ആൾറെഡി അപ്പിയറിങ് ഇൻ ദ ബുക്സ്. ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ് വിൽ ഇല്ലാത്തൊരു സാഹചര്യം വരാം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രണ്ടാമത്തെ സാഹചര്യമാണ്. ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഏത് അക്കൗണ്ട് കാണുന്നുണ്ട്? ഗുഡ് വിൽ അക്കൗണ്ട് ആൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുഡ് വില്ലിന് 2 വാല്യൂ വരും. ഒന്ന് ബുക്ക് വാല്യൂ, 2 പ്രസൻറ്റ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അക്കൗണ്ടൻറ്റ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഒരു റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് അതല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്ത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ നമുക്ക് 3 സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, പ്രസൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗുഡ് വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്കൊരു എമൗണ്ട് കിട്ടി. ഫോർ എക്സാമ്പിൾ 50,000. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്ത് പരിശോധിച്ചു. അപ്പോഴും നമുക്കതിലൊരു വാല്യൂ കാണുന്നുണ്ട്. അതും 50,000 ആണ്. ഇപ്പോൾ ബുക്ക് വാല്യൂ 50,000 ആണ്, പ്രസൻറ്റ് വാല്യൂ 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ നോർമലി അവിടെ എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, ജേണൽ എൻട്രികളൊന്നും എഴുതേണ്ടി വരുന്നില്ല. ഇനി ജേണൽ എൻട്രി എഴുതേണ്ട 2 സാഹചര്യങ്ങളുണ്ട്. അതിലൊന്ന്, ബുക്ക് വാല്യൂ കുറവാണ്. ഫോർ എക്സാമ്പിൾ 40,000. പ്രസൻറ്റ് വാല്യൂ കിട്ടുന്നത് 50,000 ആണ്. ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂ കൂടുതലാണ്, ബുക്ക് വാല്യൂ കുറവാണ്. എന്താണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്? ഇനി ഒരു സാഹചര്യം വരുന്നത് ബുക്ക് വാല്യൂ കൂടുതലാണ്, 60,000 ആണ്, 60,000 ആണ്. പ്രസൻറ്റ് വാല്യൂ 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ കുറവും ബുക്ക് വാല്യൂ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യേണ്ടത്? അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇഫ് വാല്യൂ ഓഫ് ഗുഡ് വിൽ ആൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം ഈക്വൽസ് വിത്ത് ദ കറണ്ട് വാല്യൂ ഓഫ് ഗുഡ് വിൽ, നോർമലി നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ബിക്കോസ് ഗുഡ് വിൽ സ്റ്റാൻഡ്സ് ക്രെഡിറ്റഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ആൾ പാർട്ണേഴ്സ് ഇൻക്ലൂഡിംഗ് റിട്ടയറിംഗ് വൺ. അപ്പോൾ നമ്മൾ വാല്യൂ ചെയ്ത് കിട്ടിയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗുഡ് വില്ലും ബുക്ക് വാല്യൂം ഈക്വൽ ആണെങ്കിൽ അവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല. എന്താണ് അസംഷൻ? നേരത്തെ അവർ ഗുഡ് വിൽ റൈസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് എല്ലാ പാർട്ട്നേഴ്സിനും ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ബുക്ക് വാല്യൂ, ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഈസ് റിക്വയർഡ് ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബുക്ക് വാല്യൂ ആൻഡ് ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. ഇനി ഈ ബുക്ക് വാല്യൂവും പ്രസൻറ്റ് വാല്യൂവും തമ്മിൽ ഡിഫറൻസ് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബുക്ക് വാല്യൂ കൂടുതലാവാൻ സാധ്യതയുണ്ട്, ബുക്ക് വാല്യൂ കുറയാനുള്ള സാധ്യത ഉണ്ട്. ആ 2 സാഹചര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 2 സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് എഴുതണം? ജേണൽ എൻട്രികൾ എഴുതണം. 2 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഒന്ന്, ഇഫ് ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ലോവർ ദാൻ ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. ബുക്ക് വാല്യൂ കുറവാണ് ഏതിനേക്കാളും? പ്രസൻറ്റ് വാല്യൂയേക്കാളും. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇഫ് ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. ബുക്ക് വാല്യൂ കൂടുതലാണ് ഏതിനേക്കാളും? പ്രസൻറ്റ് വാല്യൂയേക്കാളും. ഓരോ സാഹചര്യവും പ്രത്യേകം ചർച്ച ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് വരുന്നത്, ഇഫ് ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ലോവർ ദാൻ പ്രസൻറ്റ് വാല്യൂ. ബുക്ക് വാല്യൂ കുറവാണ്, പ്രസൻറ്റ് വാല്യൂ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ കൂടുതലുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തണം. പ്രസൻറ്റ് വാല്യൂ അതുപോലെ തന്നെ ബുക്ക് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്ത് ആ ഡിഫറൻസ് കണ്ടെത്തി, അതല്ലെങ്കിൽ ആ കൂടുതലുള്ള എമൗണ്ട് കണ്ടെത്തി ആ പ്രസൻറ്റ് വാല്യൂവിലേക്ക് നമുക്ക് ഏത് അക്കൗണ്ടിനെ കൊണ്ടുവരണം? ഗുഡ് വിൽ അക്കൗണ്ടിനെ റൈസ് ചെയ്യണം. അപ്പോൾ ഡിഫറൻസ് എമൗണ്ടിനുള്ള ജേണൽ എൻട്രി മാത്രമാണ് നമ്മൾ എഴുതേണ്ടി വരുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? എല്ലാ പാർട്ട്നേഴ്സിനും ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇൻ ദിസ് കേസ് ദ ഗുഡ് വിൽ ഈസ് റൈസ്ഡ് ടു ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ ബൈ ഡെബിറ്റിംഗ് ഗുഡ് വിൽ അക്കൗണ്ട് വിത്ത് ദ എക്സസ് ഓഫ് ഇറ്റ്സ് കറണ്ട് വാല്യൂ ഓവർ ദ ബുക്ക് വാല്യൂ ആൻഡ് ക്രെഡിറ്റിംഗ് ആൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഡിഫറൻസ് കണ്ടെത്തി ആ ഡിഫറൻസ് എമൗണ്ടിനാണ് ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ അതെല്ലാ പാർട്ട്നേഴ്സിനും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ദീപക്, നകുൽ ആൻഡ് രാജേഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2. Goodwill appears in the books at a value of rupees 20,000. Nagul retires. And on the day of Nagul's retirement,
ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹24,000. അപ്പോൾ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ റേഷ്യോ 5:3:2 ആണ്. അതിൽ നകുലാണ് റിട്ടയർ ചെയ്യുന്നത്. ദെൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആൾറെഡി ഗുഡ് വിൽ ഉണ്ട്. എത്രയാണ് ബുക്ക് വാല്യൂ? 20,000 ആണ് ബുക്ക് വാല്യൂ. ദെൻ അവർ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഗുഡ് വിൽ വാല്യൂ ചെയ്തപ്പോൾ കിട്ടിയത് 24,000 ആണ്. എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് വാല്യൂ കൂടുതലും ബുക്ക് വാല്യൂ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കാണണം അല്ലേ? ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ലിൻ്റെ വാല്യൂയിൽ കൂടുതലാണ് കാണുന്നത്. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ 24,000 മൈനസ് 20,000, 4,000 റുപ്പീസിൻ്റെ വർധനവ് കാണുന്നുണ്ട്. അപ്പോൾ ഈ 4,000 രൂപക്കാണ് നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഗുഡ് വിൽ അക്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? 24,000ലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൾറെഡി 20,000 ഉണ്ട്. വീണ്ടും നമ്മളൊരു 4,000 ഡെബിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് വാല്യൂവിലേക്ക് ഗുഡ് വിൽ അക്കൗണ്ടിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം 4,000. ക്രെഡിറ്റ് എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കണം. കാരണം എല്ലാവരുടെയും എഫേർട്ട് കൊണ്ടാണ് ഈ ഗുഡ് വില്ലിൽ വില വർധനവ് വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ദീപകിനെയും നകുലിനെയും രാജേഷിനെയും ക്രെഡിറ്റ് ചെയ്യണം. ഏതാണ് റേഷ്യോ? 5:3:2. അങ്ങനെ ആകുമ്പോൾ ദീപകിന് എത്ര കിട്ടും? 4,000 × 5/10, അതിൻ്റെ പകുതി കിട്ടും. ദെൻ നകുൽസ് ഷെയർ 4,000 × 3/10. ദെൻ രാജേഷിന് കിട്ടുന്നത് 4,000 × 2/10. ഇങ്ങനെയാണ് ഗുഡ് വില്ല് റൈസ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ സാഹചര്യം നോക്കാം. ഇഫ് ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് പ്രസന്റ് വാല്യൂ. ഇനി ബുക്ക് വാല്യൂ കൂടുതലാണ് ഇതിനേക്കാളും പ്രസന്റ് വാല്യൂയേക്കാളും. നേരത്തെ അവർ ഗുഡ് വിൽ റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പിന്നീട് അവരുടെ ഗുഡ് വിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലും പ്രസന്റ് വാല്യൂവിലേക്ക് ഗുഡ് വില്ലിനെ കൊണ്ടുവരണം. അപ്പോൾ ബുക്ക് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എഴുതണം, കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അവിടെയും ഡെബിറ്റ് കൊടുക്കേണ്ടത് എല്ലാ പാർട്ട്നേഴ്സിനുമാണ്. ഇൻ ദിസ് കേസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബുക്ക് വാല്യൂ ഓഫ് ദ ഗുഡ് വിൽ ആൻഡ് ഇറ്റ്സ് കറന്റ് വാല്യൂ വിൽ ബി ക്രെഡിറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട് ആൻഡ് ഡെബിറ്റഡ് ടു ആൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ട് റൈസ് ചെയ്യല്ല, ഗുഡ് വിൽ അക്കൗണ്ടിനെ റെഡ്യൂസ് ചെയ്യാണ്, റൈറ്റ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കണം. ദെൻ അത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ ഡെബിറ്റ് കൊടുക്കേണ്ടത്. അവിടെയും യൂസ് ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. മോഹൻലാൽ, ഹരിലാൽ ആൻഡ് ശ്യാംലാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:1. ശ്യാംലാൽ retires from the firm. On Shyamlal's retirement, goodwill has been valued at ₹52,000. There was a goodwill account already appearing in the books of the firm with a value of ₹60,000. 3 പാർട്ട്നേഴ്സ് ഉണ്ട്. 4:3:1 ആണ്. അതിൽ ശ്യാംലാൽ റിട്ടയർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ബുക്കിലെ വാല്യൂ എത്രയാണ്? 60,000 ആണ്. വാല്യൂ ചെയ്തപ്പോൾ എത്രയാണ് വരുന്നത്? 52,000 ആണ്. ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂ കുറവാണ്, ബുക്ക് വാല്യൂ കൂടുതലാണ്. എന്ന് പറയുമ്പോൾ ഡിക്രീസ് ആണ് വരുന്നത്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. 60,000 വില ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയായിട്ടുണ്ട്? 52,000 ആയിട്ടുണ്ട്. എത്ര രൂപ കുറഞ്ഞു? 8,000 കുറഞ്ഞു. ഇപ്പോൾ ഒരു അസറ്റിൻ്റെ വില കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. ഗുഡ് വിൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. 8,000 രൂപക്ക് ക്രെഡിറ്റ് കൊടുക്കാം. ദെൻ ഡെബിറ്റ് ചെയ്യേണ്ടതെല്ലാം പാർട്ട്നേഴ്സിനെയാണ്. അവരുടെ റേഷ്യോ 4:3:1 ആണ്. 8,000 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം മോഹൻലാലിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. 8,000 × 4/8 എന്ന് പറയുമ്പോൾ 4,000 വരും. ദെൻ ഹരിലാൽസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. 8,000 × 3/8. ദെൻ ശ്യാംലാലിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. 8,000 × 1/8. ദെൻ ടോട്ടൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിലേക്ക് ഗുഡ് വിൽ അക്കൗണ്ടിനെ കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് സാഹചര്യങ്ങളിൽ നമ്മൾ ജേണൽ എൻട്രികൾ എഴുതേണ്ടത്? അപ്പോൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് ഹിഡൻ ഗുഡ് വില്ല്. നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് ഹിഡൻ ഗുഡ് വില്ല് ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും ഡെത്തിൻ്റെ സമയത്തും ഹിഡൻ ഗുഡ് വില്ല് വരാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് ഹിഡൻ ഗുഡ് വില്ല് കണ്ടെത്തുന്നത്, എന്താണ് ജേണൽ എൻട്രി എഴുതേണ്ടത് എന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിഡൻ ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ ഈ ഔട്ട് ഗോയിങ് പാർട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 50,000.
ഇപ്പം 50,000 രൂപയാണ് ഈ ഔട്ട് ഗോയിങ് പാർട്ണർക്ക് ആകെ കൊടുക്കാനുള്ളത്. പക്ഷെ ആൾക്ക് പേയ്മെന്റ് നടത്തുന്നത് ഒരു ലംസം എമൗണ്ട് ആണ്. സേ ഫോർ എക്സാമ്പിൾ 60,000. 60,000 രൂപ അയാൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ 50,000 രൂപ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഔട്ട് ഗോയിങ് പാർട്ണർക്ക് ആകെ കൊടുക്കുന്നത് 60,000 ആണെങ്കിൽ അവിടെ നമ്മൾ 10,000 രൂപ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ എക്സസ് എമൗണ്ടിനെയാണ് ഇവിടെ ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ആ കൊടുക്കുന്ന 10,000 രൂപ അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. If the firm has agreed to settle the retiring or deceased partner's account by paying him a lump sum amount, ഒരു എമൗണ്ട് ആണ് നമ്മൾ അയാൾക്ക് സെറ്റിൽമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. Then the amount paid to him in excess of credit balance in his capital account after making necessary adjustments shall be treated as his share of goodwill known as hidden goodwill. അപ്പം അങ്ങനെ ഒരു ലംസം എമൗണ്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ അയാളുടെ അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കൊടുക്കുന്ന എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ആണ്. അപ്പോൾ നമുക്കതിനെ ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, P, Q and R are partners in a firm sharing profits in the ratio of 3:2:1. R retires. Pയും Qയും ആറും ആണ് പാർട്ട്നേഴ്സ്. 3:2:1 ആണ് റേഷ്യോ. ആറാണ് റിട്ടയർ ചെയ്യുന്നത്. ആൻഡ് ദ ബാലൻസ് ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ മേക്കിംഗ് നെസസറി അഡ്ജസ്റ്റ്മെന്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് റിസർവ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വർക്ക് ഔട്ട് ടു ബി ₹60,000. അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്തു. റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കാനുള്ളത് എത്രയാണ്? 60,000 രൂപയാണ്. P and Q agreed to pay him 75,000 in full settlement of his claim. അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് എത്രയാണ്? പിയും ക്യൂവും 75,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് എക്സസ് പെയ്ഡ്? എക്സസ് എമൗണ്ട് പെയ്ഡ് ഇസ് ഈക്വൽ ടു 75,000 മൈനസ് 60,000, 15,000 ആണ്. ഈ 15,000 നമ്മൾ അസ്യൂം ചെയ്യാണ് എന്താണത്? ഇറ്റ് ഈസ് ദ ഷെയർ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഔട്ട് ഗോയിങ് പാർട്ണർ, ദാറ്റ് ഈസ് ആർ. ഈ 15,000 നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഹിഡൻ ഗുഡ്വിൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ 15,000 ജേണൽ എൻട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. ഈ 15,000 കൂടി ആരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം? ആറിൻ്റെ അതല്ലെങ്കിൽ ഔട്ട് ഗോയിങ് പാർട്ണറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അതിൻ്റെ ഡെബിറ്റ് പോകേണ്ടത് ഗെയിനിങ് പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ്. ഇപ്പോൾ ഇവിടെ P, Q ഈ രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യണം. ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഏത് റേഷ്യോയിലാണ്? 3:2 അല്ലേ? പിയും ക്യൂ ആണ്, അവരുടെ റേഷ്യോ 3:2 ആണ്. 15,000 ആണ് വരുന്നത്. ഇപ്പോൾ 3/5 ആണ് പിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്, 2/5 ആണ് ക്യൂവിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 15,000 ഇൻറ്റു 3/5 എന്ന് പറയുമ്പോൾ 9,000 വരും. പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ 9,000. ദെൻ 15,000 ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ 6,000 വരും. ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 6,000. ദെൻ ടു ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 15,000. നമ്മൾ ആ ഗെയിനിങ് റേഷ്യോയിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്തു. ദെൻ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ഹിഡൻ ഗുഡ്വിൽ ആരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു? ഔട്ട് ഗോയിങ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഹിഡൻ ഗുഡ്വിൽ വന്നു കഴിഞ്ഞാൽ ജേണൽ എൻട്രി ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആ എക്സസ് എമൗണ്ട് കൊടുത്തതാണ് നമ്മൾ എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഗുഡ്വില്ലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആൾറെഡി ഗുഡ്വിൽ ഉണ്ടെങ്കിൽ 2 സാഹചര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, ബുക്ക് വാല്യൂ കുറവാണെങ്കിൽ ആ കുറവുള്ള എമൗണ്ട് കണ്ടെത്തി അത്രയും എമൗണ്ട് ഗുഡ്വിൽ അക്കൗണ്ടിന് റൈസ് ചെയ്യണം. 2, ബുക്ക് വാല്യൂ കൂടുതലാണെങ്കിൽ ആ കൂടുതലുള്ള എമൗണ്ട് കണ്ടെത്തി ആ എമൗണ്ടിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ദെൻ പ്രസൻറ്റ് വാല്യൂ ബുക്ക് വാല്യൂം ഈക്വൽ ആണെങ്കിൽ അവിടെ നമുക്ക് ജേണൽ എൻട്രികളൊന്നും എഴുതേണ്ടി വരുന്നില്ല. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് ഹിഡൻ ഗുഡ്വില്ലാണ്. ഔട്ട് ഗോയിങ് പാർട്ണർക്ക് കൊടുക്കുന്ന ലംസം എമൗണ്ടും അയാളുടെ അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് ബാലൻസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് കൂടുതലാണെങ്കിൽ ആ എക്സസ് എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഗുഡ്വില്ലായിട്ട് കൺസിഡർ ചെയ്യണം, ഹിഡൻ ഗുഡ്വില്ലായിട്ട് കൺസിഡർ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, ഈ 2 കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.